ഹായ് മച്ചാമാരെ, ഒരുപാട് പേരുടെ സംശയമാണ് എങ്ങനെ അഹമ്മദാബാദ് എക്സ്പ്രസ് ഓടാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കുകയാണ്. മൂവാറ്റുപുഴ അല്ലെങ്കിൽ വാഴക്കുളത്ത് നിന്ന് വൈകുന്നേരം 8 മണിക്ക് നമുക്ക് ബില്ല് കിട്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നിർത്തുന്നത് മാഹിയിലായിരിക്കും. ബ്ലോക്കൊന്നുമില്ലാതെ മാഹിയിൽ ഏകദേശം ഒരു 2 മണി 3 മണി ടൈമിൽ നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫുൾ ടാങ്ക് അടിക്കാൻ ഇച്ചിരി സമയമെടുക്കും. ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ മംഗലാപുരം നേരം വെളുക്കുന്നതിനോടടുത്ത് നമുക്ക് പാസ്സാകാൻ പറ്റും. ഏകദേശം ഒരു 6 മണി 7 മണി. മംഗലാപുരത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നേരം വെളുത്ത് കഴിഞ്ഞാൽ 3-4 സിഗ്നലുണ്ട്. ആ സിഗ്നൽ കടന്നു കിട്ടാൻ വലിയ പാടാണ്. അവിടുന്ന് നമ്മൾ നേരെ അങ്കോളയ്ക്ക് ഇടയ്ക്ക് വെച്ച് ചിലപ്പം ഫുഡ് വെക്കാനും വെള്ളം പിടിക്കാനും ഒക്കെ ആയിട്ട് പലരും നിർത്താറുണ്ട്. എന്നാലും നമുക്ക് എല്ലാപ്പൊരു വിജയേട്ടൻ്റെ കടയിൽ ഒരു 4 മണിക്കുള്ളിൽ എത്താൻ ശ്രമിക്കുക. അവിടുന്ന് ഒരു കാലിച്ചായം കുടിച്ച് 4 മണിക്ക് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടക്കാനുള്ളത് ശിവാപൂരാണ്. ശിവാപൂർ 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂനെ നോ എൻട്രി ആവും. പിന്നെ നമുക്ക് ശിവാപൂർ ടോള് കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം. 4 മണിക്ക് എല്ലാപ്പൂരിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വെളുപ്പിന് 6 മണി 7 മണിക്ക് മുമ്പായിട്ട് ശിവാപൂർ പാസ്സാകാൻ പറ്റും. ശിവാപൂരിൽ നിന്ന് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 11:30-ക്ക് ശേഷമാണ് ബോംബെ നമുക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നേരത്തെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ പനവേൽ പാർക്കിങ്ങിൽ കുറച്ച് നേരം വിശ്രമിക്കാൻ സമയം കിട്ടും. വളരെ പതുക്കെയാണ് പോകുന്നത് എങ്കിൽ പനവേൽ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണിയാവും. ആ 10 മണിയായി കഴിഞ്ഞാൽ നമ്മൾ ആരും നിർത്തിയിടാൻ ശ്രമിക്കേണ്ട. നേരെ നമ്മൾ ഐരോളി വാശി വഴി തന്നെ മുന്നോട്ട് പോവുക. നമുക്ക് ഒരു എൻട്രൻസിൻ്റെ സമയം ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേനും നമുക്ക് ഐരോളി പാസ്സായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ആ സമയം നോക്കി എൻട്രൻസിന് വേണ്ടി കാത്തു കെട്ടി കിടക്കുന്ന ഒരുപാട് വാഹനങ്ങൾ ബോംബെ നഗരത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഒരുപാട് തിരക്ക് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പനവേലെത്തിയാലും 10 മണിക്ക് എത്തിയാലും നമ്മൾ മുന്നോട്ട് തന്നെ പോവുക, സ്ലോയിൽ പോയിട്ട്. അപ്പോൾ ഐരോളി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഐരോളി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വലിയ തിരക്കില്ലാതെ താന കഴിഞ്ഞ് നമുക്ക് നേരെ വാപ്പി എൻട്രൻസിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. നമ്മൾ വാപ്പി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ടെൻഷനുമില്ല. ഏകദേശം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിക്കിലി എന്ന് പറഞ്ഞൊരു സ്ഥലം കിട്ടും. നവസാരി ചിക്കിലി, അവിടെ വെച്ചാണ് എക്സ്പ്രസ് ഹൈവേ, അഹമ്മദാബാദ് എക്സ്പ്രസ് ഹൈവേ ഓപ്പൺ ആവുന്നത്. അവിടുന്ന് കണ്ണു അടച്ച് വിട്ട് കഴിഞ്ഞാൽ ഏകദേശം 3-ാമത്തെ ദിവസം വെളുപ്പിന് 6 മണിക്കോ 7 മണിക്കോ ആയിരിക്കും നമുക്ക് അഹമ്മദാബാദ് നരോഡ മാർക്കറ്റിൽ ചിലപ്പം എക്സ്പ്രസ്സിലൂടെ എത്തിക്കേണ്ടത്. നമുക്ക് ഉറപ്പായിട്ടും പുലർച്ചെ ഒരു 12 മണിക്കോ ഒരു 1 മണിക്കോ ആയിട്ട് നമുക്ക് അഹമ്മദാബാദ് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കേ.